പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചാണ്. അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് ലൂക്കാ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 26 വരെ വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നിടത്ത് പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധ പതിയുന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങളെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷത്തിന്റെ വിലയാണ് ഇന്നത്തെ സുവിശേഷം പ്രധാനമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം. സുവിശേഷം പറയുന്നത്, ഇപ്പോൾ ദരിദ്രരായിരിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വിശപ്പ് സഹിക്കുന്ന, ഇപ്പോൾ ദ്വേഷിക്കപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്ന, ഇപ്പോൾ അവഹേളിക്കപ്പെടുന്ന, ഇപ്പോൾ തിരസ്കരിക്കപ്പെടുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ, ഈ ഭൂമിയിൽ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ സഹിക്കുകയും കഷ്ടപ്പാടുകൾ നേരിടുകയും ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരും ഭാഗ്യമുള്ളവരുമാണെന്ന് സുവിശേഷം പറയുന്നു. കാരണം ഇപ്പോഴത്തെ ഈ വിഷമങ്ങളെല്ലാം പിന്നീട് അനുഗ്രഹമായിട്ട് മാറും. അതാണ് ഈശോ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ഒരു ഉദാഹരണം ഒരുപക്ഷെ മരുന്ന് പോലെയാണ്. നമ്മൾ കഴിക്കുന്ന മരുന്ന് പോലെയാണ്. നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം അതിൻ്റെ രുചി കൊണ്ട് കഴിക്കുന്ന സമയത്ത് കയ്പാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു, കുത്തിവയ്ക്കുന്ന സമയത്ത് വേദനയാണ്. പക്ഷെ ആ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അത് സൗഖ്യമായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും, നല്ല കാര്യമായിട്ട് മാറും. നമ്മുടെ സഹനങ്ങളെ, കഷ്ടപ്പാടുകളെ ഇപ്പോൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിച്ചാൽ അത് പിന്നീട് വലിയ അനുഗ്രഹമായിട്ട് മാറും. വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ, ഏറ്റവും വലിയ നിധി ശേഖരിക്കലാവും ഈ ഇപ്പോഴത്തെ സഹനങ്ങളും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളിൽ നിരാശരാകാതെ, മനസ്സ് വിഷമിക്കാതെ, അത് ദൈവം നമുക്ക് പിന്നീട് ഒരു വലിയ നന്മയ്ക്കായി ഒരുക്കുന്ന അതിനുവേണ്ടിയുള്ള ചെറിയ കുരിശനുഭവങ്ങളായി കണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുരിശനുഭവങ്ങൾ ഞങ്ങൾക്ക് പിന്നീട് വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള വലിയ ഒരുക്കമാണെന്നും അതിലേക്കുള്ള നന്മ ശേഖരിക്കലാണെന്നും അതിലേക്കുള്ള ഞങ്ങളുടെ അധ്വാനമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് സഹനങ്ങളെ പരാതി കൂടാതെ, പരിഭവം കൂടാതെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.